ഇറാനിൽ കനത്ത നാശം വിതച്ചുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേൽ സംയുക്ത സേനയുടെ ആക്രമണം തുടരുന്നത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ നദാൻസിന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി സൈനികാക്രമണം നടത്തി. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് വിയന്നയിൽ ചേർന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ യോഗത്തിൽ ഇറാൻ പ്രതിനിധി വെളിപ്പെടുത്തി. തിങ്കളാഴ്ച നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷക സമിതിയുടെ 35 രാഷ്ട്ര പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇറാൻ ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ നദാൻസിലെ ആണവ ശേഖരത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് UN ആണവ നിരീക്ഷണ സമിതി അറിയിക്കുന്നത്. പി.കെ. സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, അതൊരു ഗുരുതരമായ വിഷയമാണ്. ആ ആണവ ശേഖരത്തിനെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാനും പോകുന്ന പ്രത്യാഘാതം അത് വലുതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് എന്താണ് നിലവിൽ ഇറാൻ UN ആണവോർജ്ജ മേഖലയെ അറിയിച്ചിട്ടുള്ളത്? ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്താണ് ആ മേഖലയിൽ? സൈഫുദ്ദീൻ, നതാൻസ് ആണവ കേന്ദ്രം എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും, ഇപ്പോൾ ആണവ കരാറാവട്ടെ അതിനു മുമ്പ് നടന്ന ചർച്ചകളാവട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് വിഷയമാണ് നതാൻസിലെ ആണവ നിലയം. ഇത് ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് നിലകൊള്ളുന്നത്. ഇവിടെയാണ് ഈ ഇറാൻ അവർ സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഇപ്പോൾ ഏതായിരുന്നാലും ഇറാൻ തന്നെ സമ്മതിക്കുകയാണ്. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം അവിടെ പരിക്കുകൾ ഏൽപ്പിക്കാൻ, അതിനുള്ളിലേക്ക് പരിക്കുകൾ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് UN തന്നെ ആണവ നിരീക്ഷണ സമിതി ഇപ്പോൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ആണവ ചോർച്ചയടക്കം നടക്കാൻ സാധ്യതയുണ്ട്. അത് ആ മേഖലയിലാകെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് നതാൻസിലെ ഒരു ഭൂഗർഭ അറയിൽ, അതായത് മലകളെല്ലാം തുരന്ന് അതിന് കിലോമീറ്ററുകൾ താഴെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്ത് തന്നെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നാലും അതിനടിയിലേക്ക് അത് എത്തരുത് എന്നുള്ളതാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. നേരത്തെ 2025 ജൂണിൽ നടന്ന ആക്രമണത്തിലും ഈ നതാൻസ് ആണവ നിലയത്തിന് മുകളിൽ ആക്രമണം നടത്താൻ അമേരിക്ക വലിയ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അന്നും ഇതിന് ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ആക്രമണത്തിലും ആ ഒരു വലിയ ആണവ നിലയത്തിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അമേരിക്ക വിചാരിക്കുന്നത് അവരുടെ ആണവ ശേഷിയും അതേപോലെ തന്നെ മിസൈൽ ശേഷിയും തകർക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് അവരുടെ പ്രമുഖരായ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഖാംനായിയെ വധിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ലെയറിലുള്ള ആളുകളെ കൂടി വധിക്കുക എന്നുള്ളത് അമേരിക്കയുടെ പദ്ധതിയാണ്. രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആണവ ആയുധവും അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള മിസൈൽ 5000-ഓളം വരുന്ന മിസൈൽ ശേഖരവും തകർത്തില്ലാതെയാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് കൂടി അമേരിക്കയും ഇസ്രായേലും കടക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നതാൻസിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ.